നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MA സോഷ്യോളജി ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യോളജി എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് സാമ്പിളിംഗ് എന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ സാമ്പിളിംഗ് എന്ന ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ചില് എന്താണ് സാമ്പിളിംഗ്, അല്ലെങ്കിൽ സാമ്പിളിങ്ങിന്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സാമ്പിളിംഗ് എന്നതുകൊണ്ട് റിസർച്ചിൽ ഉദ്ദേശിക്കുന്നത് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റിസർച്ച് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു വിഷയത്തിൽ നമ്മൾ റിസർച്ച് സംഘടിപ്പിക്കുമ്പോൾ ആ റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീമിനെ എടുക്കുമല്ലോ, അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സെലക്ടിങ് എ സബ്ജക്ട് ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ ഇൻഡിവിജ്വൽ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എത്ര ടൈപ്പ് സാമ്പിളിംഗ് ഉണ്ടെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്. ഒന്നാമത്തേത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു മേഖലയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സാമ്പിളിംഗിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധ്യത ഉൾപ്പെടുന്ന ഒരു സാമ്പിളിംഗ് ആണ്. അതായത് ഇവിടെ നമ്മൾ ഒരു എടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻ പോപ്പുലേഷൻ ഹാസ് എ നോൺ ഓർ നോൺ സീറോ ചാൻസ് ഓഫ് ബീയിങ് സെലക്ടഡ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ആ ഒരു സാമ്പിൾ ചെയ്യപ്പെടാനും അല്ലെങ്കിൽ ചെയ്യപ്പെടാതിരിക്കാനും ഉള്ള സീറോ ചാൻസ് ആണ് ഉള്ളത്. അതാണ് ഈ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെ നമ്മളൊരു ഈ ഒരു തരത്തില് അല്ലെങ്കിൽ ഈ ഒരു സാമ്പിളിങ്ങില് ഒരിക്കലും ഒരു ബയാസ് ഒക്കെ കുറവായിരിക്കും, പുറത്തുനിന്നുള്ള ഇൻവോൾവ്മെന്റുകൾ കുറവായിരിക്കും, ഒരു റെപ്രസെന്റേറ്റീവ്നെസ്സും അതുപോലെ എക്സ്റ്റേണൽ ബയാസും ഒക്കെ കുറവുള്ള ഒരു സിസ്റ്റമാണ്. അത് നമുക്ക് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. നമ്മൾ ഈ ഒരു റിസർച്ച് സംഘടിപ്പിക്കുന്ന ആള് തീർത്തും സ്വതന്ത്രമായിട്ട് ചെയ്യുന്ന ഒരു സാമ്പിളിംഗ് ആണ് ഇത്. ഇനി അതിന്റെ ചില സാമ്പിളിംഗ് ടെക്നിക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ വ്യക്തിക്കും ഈക്വൽ ചാൻസ് ആണ് സെലക്ട് ചെയ്യപ്പെടാനായിട്ട് കിട്ടുന്നത്. ഒരു ഗ്രൂപ്പ് കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്, ഇതിൽ നിന്ന് എല്ലാവർക്കും ഒരേ ചാൻസ് ആണ് സെലക്ട് ചെയ്യപ്പെടാനായിട്ട് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ ഒരു കമ്പനിയിലെ 100 എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഈക്വൽ ചാൻസ് ആണ് അവിടെ സാമ്പിൾ ആവാനായിട്ട് കിട്ടുന്നത്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓരോ ലിസ്റ്റിൽ നിന്നും ഇത്രാമത്തെ ആള് എന്നുള്ള രീതിയിൽ, ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു സ്കൂളിലെ ഇത്ര ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ A ക്ലാസ്സിലെ ഇത്രാമത്തെ കുട്ടി എന്നുള്ള ഒരു നമ്പർ, അപ്പൊ അവരുടെ നോമിനൽ റോളിൽ നിന്ന് 5ാമത്തെ കുട്ടിയെ സെലക്ട് ചെയ്യുന്നു, 10ാമത്തെ കുട്ടിയെ സെലക്ട് ചെയ്യുന്നു, 15ാമത്തെ കുട്ടിയെ, അങ്ങനെ ആ ക്ലാസ്സിൽ നിന്ന് ഒരു 5 കുട്ടികളെ സെലക്ട് ചെയ്തു. B ക്ലാസ്സിൽ നിന്നും ഇതുപോലെ തന്നെ നമ്മൾ 5 പേരെ സെലക്ട് ചെയ്തു. സിയിൽ നിന്നും ഡിയിൽ നിന്നും ഇയിൽ നിന്നും ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു പെർട്ടിക്കുലർ നമ്പറിനെ നമ്മൾ സെലക്ട് ചെയ്യാണ്. അപ്പോ അതിനെ ആ കുട്ടികളെ എടുത്തിട്ട് നമ്മൾ അവരിലാണ് റിസർച്ച് നടത്തുന്നത്. അപ്പൊ ഒരിക്കലും ഈ റിസർച്ച് നടത്തുന്നയാൾക്ക് ഇന്ന കുട്ടിയെ സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല, അതിന് കൃത്യമായ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ ആ കുട്ടി, ഇയാളുടെ റിസർച്ച് നടത്തുന്ന ആൾക്ക് പരിചയമുള്ള കുട്ടിയെ എടുക്കണമെന്നോ അല്ലെങ്കിൽ ആ കുട്ടിയെ അവോയ്ഡ് ചെയ്യണമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല. ഇതിന് കൃത്യമായിട്ടൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്തിട്ട് തന്നെ ഈ കുട്ടിയെ സെലക്ട് ചെയ്യാനേ അവിടെ സാധ്യതയുള്ളൂ. അപ്പൊ ഇതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ചൂസിങ് എവറി 10th പേഴ്സൺ ഇൻ എ വോട്ടേഴ്സ് രജിസ്റ്റർ, നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അതിന് സമാനമായ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഒരു ക്ലാസ്സിലെ ഇത്രാമത്തെ നമ്പറുകളിലുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദെൻ മറ്റൊരു രീതി എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. സ്ട്രാറ്റകളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡാണിത്. ഇവിടെ നമ്മൾ പോപ്പുലേഷനെ സബ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നുണ്ട്. പോപ്പുലേഷനെ സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അതിൽ നിന്നുമാണ് നമ്മൾ സാമ്പിൾ ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു സൊസൈറ്റി ഏതെങ്കിലും ഒരു
പ്രദേശത്തെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ റിസർച്ച് നടത്തുകയാണെങ്കിൽ അവിടെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എടുത്തു, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് 50 പുരുഷന്മാരും 50 സ്ത്രീകളും എന്ന് പറഞ്ഞിട്ടാണ് സാമ്പിൾ എടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു സ്ട്രാറ്റ ആയിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇനി ബോയ്സ് ഗേൾസ് എന്ന് പറഞ്ഞുള്ള ഈ തിരിവ്, സ്ത്രീകൾ പുരുഷന്മാരെന്ന് പറഞ്ഞുള്ള ഈ തിരിവ്, ഒരു നിശ്ചിത ഏജ് കാറ്റഗറി വെച്ചിട്ട് 20 വയസ്സിന് മുകളിലുള്ളവർ 20 വയസ്സിന് താഴെയുള്ളവർ, ഇങ്ങനെ 2 സ്ട്രാറ്റ ആയിട്ട് തിരിച്ചു പറയുന്നതിനാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ അതൊരു കൂട്ടമാണ് അല്ലെ, കൂട്ടം. അപ്പൊ ഇവിടെ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനെ നമ്മൾ ക്ലസ്റ്ററുകളായിട്ട് തിരിക്കുന്നു, കൂട്ടങ്ങളായിട്ട് തിരിച്ചിട്ട് ആ കൂട്ടത്തെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു സ്കൂള് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടീം കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്, ക്ലസ്റ്റർ സാമ്പിളിങ്ങിന് എക്സാമ്പിൾ ആണ്. ഇനി ഇത്രയുമാണ് നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ ഒരു ടെക്നിക്സ്, 2 ടെക്നിക്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് കൺവീനിയൻസ് സാമ്പിളിങ്ങും മറ്റൊന്ന് കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ്. ഈ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് സാമ്പിള് അല്ലെങ്കിൽ ആ ഒരു ടീമിനെ എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രത്യേകിച്ച് ഇന്ന മേഖലയിൽ നിന്നാണ് നമുക്ക് ഇന്ന റിസൾട്ട് ആണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മേഖലയിൽ നിന്ന് സാമ്പിൾ സെലക്ട് ചെയ്യുന്ന വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ഒരു ഷോപ്പിംഗ് മാളിൽ വരുന്ന അന്നേ ദിവസം വരുന്ന ആളുകളിൽ നിന്ന് നമ്മൾ സർവേ നടത്തുന്നു. അപ്പൊ അതൊരു വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലെ. ഒരുപക്ഷെ നമുക്ക് എളുപ്പം പോയി നിന്ന് സാമ്പിൾ എടുക്കാവുന്ന ഒരു മേഖല എന്ന നിലയിലായിരിക്കാം നമ്മൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ നമ്മുടെ കൺവീനിയൻസ് പരിഗണിച്ചെടുക്കുന്ന സാമ്പിളിംഗ് അത്രമാത്രം ഓർത്തിരിക്കുക. ഇനി പേർപ്പസീവ് സാമ്പിളിംഗ് ആണ് മറ്റൊന്ന്. രണ്ടാമത്തേത് ഒരു പേർപ്പസ് ഉണ്ട്, നമുക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. അപ്പോ ആ ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സാമ്പിളിന് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച്, ഒരു അസുഖത്തെക്കുറിച്ച്, ഒരു രോഗത്തെക്കുറിച്ച് നമുക്കൊരു വിവരം കിട്ടണമെങ്കിൽ ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിനിടയിലാണ് നമ്മൾ സർവേ നടത്തുന്നത്. ആ ഡോക്ടേഴ്സിനെയാണ് നമ്മൾ സാമ്പിളായി സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പ്രത്യേക പേർപ്പസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇനി എസ്പെഷ്യലി നമുക്ക് കുട്ടികളില് വരുന്ന ഏതെങ്കിലും രോഗത്തെ കുറിച്ചാണ് നമുക്ക് റിസർച്ച് നടത്തേണ്ടതെങ്കിൽ നമ്മൾ പീഡിയാട്രീഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് അവരെയാണ് നമ്മൾ സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു പർപ്പസ് ഇവിടെ ഉണ്ടായിരിക്കും. ഇനി മറ്റൊന്ന് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നതാണ്. പേരിൽ അല്പം രസകരമായ ഒരു പേരാണ് സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോളിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ മഞ്ഞ് കൊണ്ടൊരു ബോൾ ഉണ്ടാക്കി മഞ്ഞിലൂടെ ഉരുട്ടി വിട്ട് കഴിയുമ്പോൾ ആ ബോളില് കൂടുതൽ മഞ്ഞ് പറ്റിപ്പിടിച്ച് ആ സ്നോ ബോൾ വലുതായി വരുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ. നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ചെറിയ മഞ്ഞ് കൊണ്ടൊരു ബോൾ ഉണ്ടാക്കി ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ ആ ബോൾ ഇങ്ങനെ വലുതായി വരും. അപ്പൊ ആ ഒരു പേര് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ സ്നോബോൾ സാമ്പിളിങ് കേൾക്കാനായിട്ട്. അതായത് നമ്മൾ ഇവിടെ പാർട്ടിസിപ്പൻസ് മറ്റു പഠനങ്ങളിൽ നിന്നൊക്കെയുള്ള പാർട്ടിസിപ്പൻസിനെ നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് പാർട്ടിസിപ്പൻസ് ഇങ്ങനെ വലുതായി വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇത്. ഇവിടെ നമ്മൾ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ടീമിനെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പെട്ടെന്ന് പുറത്തു പറയാൻ പറ്റാത്ത ഒരു വിഷയത്തെ ചൊല്ലിയാണ്, പ്രത്യേകിച്ച് നമ്മളെ സോഷ്യോളജിക്കൽ റിസർച്ചസ് ഒക്കെ ആകുമ്പോൾ ഇപ്പൊ ഡ്രഗ് അബ്യൂസ് അല്ലെ, ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം, ലഹരി ഉപയോഗങ്ങള്, അതല്ലെങ്കിൽ എയ്ഡ്സ് രോഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സർവേകളൊക്കെ നടത്തുമ്പോൾ അത് വളരെ സീക്രട്ട് ആയിട്ട് വേണം നമ്മൾ അല്ലെ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ്. അപ്പോൾ അതിലുള്ള സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഇത്ര പേരിൽ സാമ്പിൾ എടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആ മേഖലയിലേക്ക് പോയിട്ട് നമ്മൾ അത് സാമ്പിൾ എടുക്കുക ചെയ്യുക. അപ്പൊ ആ മഞ്ഞ് ബോൾ എന്താകും, വലുതായി വരും. അത്രമാത്രം ചിന്തിക്കുക. ഇനി നമ്മൾ സാമ്പിളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അതായത്
ഒരു നമുക്ക് ഈ പോപ്പുലേഷന്റെ സ്റ്റഡിയിൽ എൻറ്റയർ പോപ്പുലേഷന്റെ സ്റ്റഡി നമ്മൾ നടത്തുമ്പോൾ അത് നമുക്ക് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ഒക്കെ കുറഞ്ഞ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ടൈം സേവിങ് ആണ്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ സാമ്പിൾ എടുത്തിട്ട് നമുക്ക് സർവേ നടത്താനായിട്ട് സാധിക്കും. ദെൻ ഇംപ്രൂവ് ഫീസിബിലിറ്റി ആണ് മറ്റൊന്ന്. അതായത് നമുക്ക് നമ്മളുടെ സാമ്പിളുകളുടെ ഇടയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ഫീസിബിൾ ആണ്. അവരെ നമുക്ക് എളുപ്പം ഹാൻഡിൽ ചെയ്യാനും പെട്ടെന്ന് തന്നെ അവരിലേക്ക് റീച്ച് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ദെൻ മറ്റൊന്ന് ആക്യുറസി ആണ്. ആക്യുറസി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സാമ്പിളിംഗ് മെത്തേഡ് വളരെ റിലയബിൾ ആയിരിക്കും. നമുക്കതിന് ഒരു ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കും, നമുക്ക് റിലയബിൾ സ്വീകാര്യത ഉണ്ടായിരിക്കും, നമുക്കതിനെ മറ്റു മേഖലകളിലേക്കൊക്കെ ജനറലൈസ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്യുറസി, ഒരു കൃത്യത ഇതിന് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് സാമ്പിളിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ്. സാമ്പിളിങ്ങില് ബയാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ഈ പഠനം സംഘടിപ്പിക്കുന്ന ആളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക്, അയാളുടെ ജാതി, മത, രാഷ്ട്രീയ, ലിംഗപരമായ ചിന്തകൾക്കൊക്കെ ഈ സാമ്പിളിനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും. സർവേ ഫലത്തെയും അപ്പോൾ സ്വാഭാവികമായിട്ടും സർവേ ഫലത്തെയും അത് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നോൺ റെസ്പോൺസ് ആണ് മറ്റൊന്ന്. നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാ ആളുകളും നമ്മളോട് റെസ്പോണ്ട് ചെയ്തോളണമെന്നില്ല. അപ്പൊ നമ്മൾ മുൻപൊക്കെ ആണെങ്കിൽ ലെറ്റർ അയച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് തരുന്ന രീതിയിലുള്ള സാമ്പിൾ സർവേകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ 100 ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുത്താൽ ഒരു 50 എണ്ണമൊക്കെ തിരികെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മളോട് എല്ലാവരും സഹകരിച്ചു കൊള്ളണമെന്നില്ല, റെസ്പോണ്ട് ചെയ്തോളണമെന്നില്ല. ഇനി ലിമിറ്റഡ് ജനറലൈസബിലിറ്റി ആണ് മറ്റൊന്ന്. അപ്പൊ നോൺ പ്രോബബിലിറ്റി സാമ്പിൾസിന്റെ ഒക്കെ ഒരു പ്രത്യേകത, അത് ഒരു പ്രത്യേക പോപ്പുലേഷനെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജനറലൈസബിലിറ്റി കുറവായിരിക്കും. ഇപ്പൊ നമ്മളൊരു കൺവീനിയന്റ് സാമ്പിളിംഗ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു മാളിൽ പോയി നിന്നിട്ട് അവിടെയുള്ള ആളുകളിലാണ് നമ്മളൊരു സർവേ നടത്തുന്നതെങ്കിൽ ആ മാളിൽ വരുന്നത് ഒരു പക്ഷേ വളരെ ഒരു മിഡിൽ ക്ലാസ്സും അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സും അതിന് മുകളിലേക്കുള്ള ആളുകളായിരിക്കും. പുവർ സെക്ഷൻ ഓഫ് പീപ്പിൾ അതിൽ വരുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളുടെ റിസൾട്ട് ശരിയായ രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു സാമ്പിളിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് ദ സെക്കൻഡ് യൂണിറ്റ്, സാമ്പിളിംഗ്. താങ്ക് യു.